പെർഫോമൻസ് റൗണ്ട് ആണ് ഇനി വന്നിരിക്കുന്നത്. അനുഷ്ക കുട്ടിയാണ് പെർഫോം ചെയ്യാൻ എത്തുന്നത്. നമുക്ക് കേൾക്കാം അല്ലേ? ഓക്കെ, ലെറ്റ്സ് വെൽക്കം അനുഷ്ക ഓൺ സ്റ്റേജ്. Hi, Miss Anushka. Hi. I think you are from United States of From the America. ഇതെന്താ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നത്? അതോ അത് ഏത് പാട്ടാ പാടുന്ന ചോദിച്ചോക്കെ. ഏത് പാട്ടാ? Yeah, yeah, yeah. Yeah, Oh, yeah, 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 yeah. Oh, yeah, yeah, yeah. ഓക്കെ, ഞാൻ വിസ്താരയിൽ ഒരു ഫോട്ടോ കാണിക്കട്ടെ. ആ. ഓക്കെ, ഇതിന്റെ ഉപയോഗം എന്താണ് ജഡ്ജസ്? ഇത് ആർക്കുള്ള പാരയാന്ന് പറഞ്ഞാ എനിക്കിത് മനസ്സിലാവുന്നില്ല. മധുവങ്കൾ പറയൂ, ഇതെന്തിനുള്ള സാധനമാണ്? ഡ്രമ്മിൽ എം ജെ അങ്കിൾ, എനി ഐഡിയ? നോ No idea. അടുത്തൊരു വീഡിയോ നമുക്ക് കാണാം. ഓക്കെ, എങ്കിലും ഇതെന്താ? അയ്യോ, ഇതെന്താ? ഇതാണ് വെള്ളത്തിൽ കിടന്ന് സാധകം ചെയ്യുന്നത്. അത് ഈ ടാങ്കിലെ വെള്ളത്തിൽ പോരാ. ഞാൻ പറഞ്ഞ കറക്റ്റ് ആയില്ലേ? ഞാൻ ചെറുപ്പത്തിലെ സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോ ഞാൻ പല്ല് പറിക്കാൻ പോയി. അപ്പോ വേദന മാറ്റാൻ വേണ്ടിട്ട് ചില ഡോക്ടേഴ്സ് പറയില്ലേ, നമ്മളെ ശ്രദ്ധ മാറ്റാൻ വേണ്ടിട്ട്. ശരി. അങ്ങനെ ഡോക്ടർ പറഞ്ഞു ഡോക്ടർ പാട്ട് പാടും എന്ന് പറഞ്ഞു. ഡോക്ടർ പേര് ഹസൻ എന്നാണ്. അപ്പൊ പാട്ട് പാടും എന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു സാധകം ചെയ്തിരുന്നത് തൃപ്രയാർ എന്ന് പറയുന്ന സ്ഥലത്ത് പുഴയില് കഴുത്ത് വരെ മുങ്ങിട്ട ചെയ്തിരുന്നത്. അപ്പോഴാണ് ഞാൻ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അറിയണത്. അപ്പൊ പിന്നെ അച്ഛനമ്മ ആ ഒരു ഐഡിയ വെച്ചിട്ട് കുറെ നാളായി പറയണ ഒരു ഡ്രം മേടിക്കണം. ഡ്രം വാങ്ങിച്ചിട്ട് കാര്യമില്ല. ആ ആ ഡ്രമ്മില് കിടന്നോണ്ട് കാര്യമില്ല. കാരണം ഡ്രമ്മിൽ നമ്മൾ കിടന്ന് സാധകം ചെയ്യുമ്പോഴേ നമ്മുടെ ബോഡി ടെമ്പറേച്ചറിലാവും ആ വെള്ളം പിന്നീട് കുറച്ചു നേരം അത് നമുക്കൊരു പുതിയ പേര് കൊടുക്കാം. ഡ്രം റിയാസ്. യെസ്, റിയാസ്. സാധകം. ഈ കരച്ച് റിയാസ് എന്നൊക്കെ കേട്ട് പല റിയാസ് ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഡ്രം റിയാസ് ആദ്യമായിട്ടാണ്. എനിക്ക് നീന്താൻ അറിയില്ല, അതുകൊണ്ടാ ഡ്രം മേടിച്ചേ. ശരിക്കും മത്സ്യേട്ടനെ പോലെ നീർക്കോലി വരുന്ന കുളത്തിൽ മുങ്ങി വേണം. ഒന്നരക്ക് കുളം, പുഴ, അവിടെയൊക്കെയാണ് സാധകം ചെയ്യേണ്ടത്. ഞാൻ ഒരു ഡൗട്ട് ചോദിക്കട്ടെ, അതെന്തിനാ നമ്മളെടുത്ത് വെള്ളത്തിൽ കിടന്ന് ചെയ്യാൻ പറയണേ? അതായത് നമ്മൾ രാവിലെ എണീക്കുമ്പോൾ നമ്മുടെ ശബ്ദം വളരെ റഫായിട്ടിരിക്കില്ലേ, പറന്നിങ്ങനെ റഫായിട്ടിരിക്കില്ലേ, ആ ഒരു അവസ്ഥയെ തരണം ചെയ്യാനാണ് ഈ സാധകം ചെയ്യണത് രാവിലെ തന്നെ. അപ്പൊ ജലത്തിൽ സാധകം ചെയ്യണം എന്തിനാന്ന് വെച്ചാൽ ജലം തണുത്തതായിരിക്കുമല്ലോ, ഒഴുക്കുള്ള വെള്ളത്തിലായിരിക്കണം. ഇതൊരു ഡ്രമ്മിലല്ല. ഡ്രമ്മിൽ നമ്മളിപ്പോ ഈ ഇപ്പൊ കണ്ട വീഡിയോയിൽ കണ്ട പോലെ സാധകം ചെയ്ത് കഴിഞ്ഞാൽ ആ വെള്ളത്തിലേക്ക് കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ബോഡി ടെമ്പറേച്ചർ ആവും, ആ വെള്ളം ചൂടാവും, നമ്മുടെ ബോഡിയുടെ പോലെ തന്നെ അതേ സെയിം ടെമ്പറേച്ചറിലേക്ക് വരും. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് യാതൊരു അർത്ഥമില്ല. നമ്മൾ ഒഴുക്കുള്ള വെള്ളത്തിൽ അല്ലെങ്കിൽ ഒരു കുളമോ അങ്ങനെ വലിയ ഒരു വിസ്താരമുള്ള സ്ഥലത്ത് അങ്ങനെ സാധകം ചെയ്താലാണ് നമുക്ക് ഗുണം ചെയ്യണത്, ആ തണുത്ത വെള്ളത്തിൽ കേട്ടോ. അപ്പൊ ആ ഒരു അവസ്ഥയെ നമ്മൾ കുറച്ചും കൂടി കഠിനമായ അവസ്ഥയെ നമ്മൾ തരണം ചെയ്യും. അപ്പൊ എന്ത് സംഭവിക്കും, നമുക്ക് അല്ലാത്ത സമയങ്ങളിൽ, പകൽ സമയങ്ങളിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് പാടാൻ സാധിക്കും. എനിക്ക് മനസ്സിലായോ? എനിക്ക് മനസ്സിലായി. എന്തൊരു സയൻസ് ആണല്ലേ. അതെ, വിയോജിപ്പുണ്ടോ? വിയോജിപ്പില്ല, മതങ്ങൾ ചെയ്യുന്നതല്ലേ. അപ്പൊ പിന്നെ വിയോജിച്ചിട്ട് സക്സസ്ഫുൾ ആയല്ലോ. നമ്മളറിയാതെ തന്നെ നമുക്ക് വെബ്രാറ്റവും ക്രസന്റോ ഡി ക്രസന്റോ എല്ലാം വന്നു ചേരും. ഓക്കെ, ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. പഴയ കാലത്ത് എങ്ങനെയാണ് നമ്മൾ കുളിക്കാൻ പോകുന്നത്? വീട്ടില് അല്ലല്ലോ, പുഴയിലായിരിക്കും. അപ്പൊ മ്യൂസീഷ്യൻസ് പറയുമ്പോഴത്തേക്ക് അവര് പ്രാക്ടീസ് ചെയ്യുന്ന അവിടെയാണ്. അത്രേ ഉള്ളു സംഭവം. ഡ്രമ്മിലല്ല, കൂടുതലൊന്നും ഇല്ല കേട്ടോ അതിനകത്ത്. പിന്നെ ഞാൻ പാടാൻ പോണ പാട്ടിലെ സിനിമ ദേവരാഗം, അത് ഞാൻ സിനിമ കണ്ടപ്പോ അതില് കണ്ടു സാധകം ചെയ്യണത് പുഴയിൽ ഇറങ്ങി നിന്നിട്ട്. അയ്യോ, ഇതിലും വലിയൊരു സാധക യോധ എന്ന് പറഞ്ഞ പടത്തിലുണ്ട്. ജഗതി ചേട്ടൻ. അപ്പൊ പാട്ടിന്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം. പറഞ്ഞോളൂ. മ്യൂസിക്